പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് AKSTU സഹപാഠി അറിവുത്സവം ക്വിസിൻ്റെ ആഗസ്റ്റ് 30 ഇന്ന് നടന്ന UP സ്കൂൾ തലം ചോദ്യങ്ങളാണ്. ലോകത്തെയാകെ ഞെട്ടിച്ച, നമ്മെ ആകെ സങ്കടപ്പെടുത്തിയ വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടുവല്ലോ. ഈ ദുരന്തത്തിൽ മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം തകർന്നതിനാൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിൻ്റെ പേരെന്ത്? ബെയ്ലി പാലം. ഏത് രോഗം പ്രതിനിധാനം ചെയ്യുന്ന ആഗോള ബോധവൽക്കരണ ചിഹ്നമാണ് നീലവളയം? നവംബർ 14 ഈ രോഗദിനമായി ആചരിക്കുന്നു. പ്രമേഹം. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ നടിയാര്? ഊർവശി. കറുത്ത സ്വർണം എന്നാണ് കശുവണ്ടി പരിപ്പിനെ അറിയപ്പെടുന്നത്. എന്നാൽ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? കുരുമുളക്. മെയ് മാസം 1-ാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ ആ മാസം ആകെ എത്ര ബുധനാഴ്ചകൾ ഉണ്ടായിരിക്കും? 5. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണല്ലോ. ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഗോവ. സൗരോർജത്തെ രാസോർജമാക്കി മാറ്റാൻ ഹരിതസസ്യങ്ങൾ ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരെന്ത്? പ്രകാശ സംശ്ലേഷണം. വാട്ട് ഈസ് ദ പ്ലൂരൽ ഫ്രം ഓഫ് ദ വേർഡ് ടൂത്ത്? ടീത്ത്. 9ാമത്തെ ചോദ്യം. 1110നെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം എത്ര? 111. യന്ത്രങ്ങൾ, പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വഴിയുള്ള മനുഷ്യബുദ്ധി പ്രക്രിയകളുടെ അനുകരണമാണ് AI. AIയുടെ പൂർണ്ണരൂപം എന്ത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കമ്പ്യൂട്ടറുകളിലെ കീബോർഡുകളെ QWERTY QWERTY കീബോർഡ് എന്നാണ് അറിയപ്പെടുന്നത്. കീബോർഡിൻ്റെ മുകളിലെ അക്ഷരനിരയിലെ ആദ്യത്തെ 6 കീകളുടെ ക്രമത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. QWERTY കീബോർഡിൽ A കഴിഞ്ഞു വരുന്ന അക്ഷരമേത്? S. മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് കാർട്ടൂൺ കിട്ടും മാവൻ ഏതു പത്രത്തിലേതാണ്? ജനയുഗം. കേസരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനായിരുന്നു A. ബാലകൃഷ്ണപിള്ള. ഉറുമ്പ് എന്നത് ആരുടെ തൂലികാനാമമാണ്? PC കുട്ടിക്കൃഷ്ണൻ. തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് 2024 ലഹരി വിരുദ്ധ പ്രമേയം. ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നതെന്നാണ്? ജൂൺ 26. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയിലൂടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ആനമുടി. MT വാസുദേവൻ നായരുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി? നാലുകെട്ട്. മറ്റേത് ദ്രാവകത്തെ അപേക്ഷിച്ചും ഏറ്റവും കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുള്ള ലായകത്തെയാണ് സാർവിക ലായകം എന്ന് പറയുന്നത്? ഏതാണ് ആ സാർവിക ലായകം? ജലം. 15ാം നിയമസഭയിൽ സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് ഇപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രി. ആരാണത്? MP രാജേഷ്. കഥകളിയുടെ പരിപോഷണത്തിനായി തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കലാലയമുണ്ട്. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജനും ചേർന്ന് തുടങ്ങിയ ഈ കലാലയം ഇപ്പോൾ ഒരു സ്വയം കൽപ്പിത സർവകലാശാലയാണ്. ഏതാണ് ആ സ്ഥാപനം? കേരള കലാമണ്ഡലം. ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ മലയാളി കായിക താരമാണല്ലോ PR ശ്രീജേഷ്. എന്നാൽ ഒരേ ഒളിമ്പിക്സ് മത്സരത്തിൽ ഇരട്ട മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാര്? മനു ഭാക്കർ. പറക്കും സിംഗ് എന്ന് വിശേഷണമുള്ള വ്യക്തിയാര്? മിൽഖ സിംഗ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിലെ നിലവിലുള്ള മന്ത്രിസഭയിൽ അംഗമായിരുന്നു. വ്യക്തിയെ തിരിച്ചറിയുക. K. രാധാകൃഷ്ണൻ. പീതങ്കൻ, പറയൻ എന്നീ പദങ്ങൾ കേരളത്തിലെ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുള്ളൽ. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? മോഹൻലാൽ. ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണ്? ഇന്ത്യയുടെ. നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ നൽകുന്നുണ്ട്.
കൂടാതെ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.